ഓക്കെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് ബേസ്ഡ് വ്യൂസ് ആണ്. നമ്മൾ ഇതുവരെ പ്രൊജക്റ്റ് ചെയ്തത് ഫുള്ളും ഫങ്ഷൻ ബേസ്ഡ് വ്യൂസിലായിരുന്നു. അത് നിങ്ങൾ ഇതുവരെ നമ്മളിപ്പോൾ ചെയ്ത പ്രൊജക്റ്റ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്റ്റായിരുന്നു. കേർഡ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തു. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത്? ഫങ്ഷൻ ബേസ്ഡ് ആയിരുന്നു നമ്മൾ വ്യൂസിൽ എല്ലാ കാര്യങ്ങളും കേർഡ് ഓപ്പറേഷൻസ് എല്ലാം ചെയ്തത്. ഇത് നമുക്ക് ഒരു മെത്തേഡാണ് ജാങ്കോയിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് ബേസ്ഡ് വ്യൂസിലും നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കിനി നോക്കാം. അപ്പം നമ്മളുടെ ജാങ്കോയുടെ ഡോക്യുമെൻറ്റേഷനകത്ത് എന്താണ് ക്ലാസ് ബേസ്ഡ് വ്യൂസ്, നമ്മുടെ ഫങ്ഷൻ ബേസ്ഡും ക്ലാസ് ബേസ്ഡും തമ്മിലുള്ള ഡിഫറൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കോഡ് കാണുമ്പോഴത്തേക്ക് അത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്ന് കുറച്ചും കൂടെ മനസ്സിലാകും. ഇപ്പം നമ്മൾ ഇതുവരെ ഫങ്ഷൻ ബേസ്ഡിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ചെയ്തത്. ഇപ്പം ഞങ്ങൾ സിമ്പിളായിട്ടൊരു HTTP റെസ്പോൺസ് നമുക്ക് പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ജസ്റ്റ് ഒരു ഫങ്ഷൻ കോൾ ചെയ്യുന്ന എവിടെയായിരിക്കും? URLസിലായിരിക്കും നമ്മൾ കോൾ ചെയ്യുന്നത്. അതിൻ്റെ ബേസിൽ നമ്മൾ ഫംഗ്ഷനകത്ത് എന്താണ് നടക്കേണ്ടതെന്നുള്ളതും പറഞ്ഞു കൊടുക്കുന്നു. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ജസ്റ്റ് ഒരു HTTP റെസ്പോൺസ് നമ്മൾ ചെയ്യും. HTTP റെസ്പോൺസ് നമ്മൾ ചെയ്തതിന് ശേഷം എന്താണ് നമ്മളുടെ ഡെഫിനിഷനകത്ത് എന്താണ് നടക്കേണ്ടതെന്നുള്ള റെസ്പോൺസും നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇത്രയല്ലേ നമ്മൾ ചെയ്യുന്ന ഫങ്ഷൻ ബേസ്ഡ് വ്യൂസിൽ. പക്ഷേ നമ്മളുടെ ക്ലാസ് ബേസ്ഡ് വ്യൂസിനകത്ത് നമ്മൾ ചെയ്യുമ്പോഴെങ്ങനെയാണ്? നമ്മൾ ജാങ്കോയ്ക്കകത്ത് നിന്നും HTTP റെസ്പോൺസ് ഇമ്പോർട്ട് ചെയ്യും. അതുകൂടാതെ നമ്മൾ വ്യൂസും ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം വ്യൂ എന്ന് പറഞ്ഞത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലാസ് ബേസ് ആയിരിക്കും അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ക്ലാസിൻ്റെ അകത്തായിരിക്കും എന്താണ് ഫങ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, വ്യൂവിനകത്ത് നിന്നും നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തൊരു ഫങ്ഷൻ എഴുതുവാണ് അവിടെ. എന്താണ് ഇന്നത് HTTP റെസ്പോൺസ് ആയിട്ട് വേണം എന്നുള്ളത്. എന്നിട്ട് നമ്മൾ URL എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ആപ്പിൻ്റെ പേരും പറഞ്ഞു കൊടുക്കുന്നു. അത് നമ്മളുടെ ക്ലാസ്സിൻ്റെ ക്ലാസ്സിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നു. ഇന്നൊരു ആപ്പിൽ നിന്നും ഇന്ന ക്ലാസ് ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ വ്യൂ ഫങ്ഷൻ നടക്കണം എന്നുള്ളത് URL പറഞ്ഞു കൊടുക്കുന്നു. രണ്ട് ഫങ്ഷൻ ബേസ്ഡ് വ്യൂവും ക്ലാസ് ബേസ്ഡ് വ്യൂവും സ്ട്രക്ചറിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഇതിന് തമ്മിൽ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എന്താണ് നമ്മളുടെ ഫങ്ഷൻ ബേസ്ഡ് വ്യൂസ്. നമ്മൾ ഫസ്റ്റിൽ പഠിച്ച എന്തായിരുന്നു? ഫങ്ഷൻ ബേസ്ഡ് വ്യൂസ് നമ്മൾ ചെറിയ പ്രൊജക്റ്റുകൾക്ക്, ചെറിയ ജാങ്കോ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫങ്ഷൻ ബേസ്ഡ് വ്യൂസ് ആയിരിക്കും ചെയ്യുന്നത്. അതെന്തായിരിക്കും? നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും എളുപ്പമാണ്, സിംപ്ലിസിറ്റി ഉണ്ട്. ഒരാൾക്കാർ കോഡ് വ്യൂസ് നോക്കിയാൽ എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനകത്ത് നമുക്ക് ഫ്രെയിം വർക്കുകളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഫങ്ഷൻ ബേസ്ഡ് വ്യൂവിലുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് കോഡ് റീയൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമ്മൾക്കൊരു വലിയൊരു ജാങ്കോ പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരേ പേരിൽ ഇപ്പോൾ ഫങ്ഷൻ നെയിമൊക്കെ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസോ എന്തെങ്കിലും ഒരു ഫങ്ഷൻ്റെ പേര് വെച്ചിട്ടാണ് അവിടെ മെയിനായിട്ട് എല്ലാ പർപ്പസും നടക്കുന്നില്ലേ? വ്യൂവിൽ നമ്മൾ എന്താണോ വിളിക്കുന്നത് ഡെഫിനിഷനകത്ത് ആ ഒരു പേരനുസരിച്ചിട്ട് കോളിങ്ങിലുണ്ടോ അതിൽ പേരുകൾ തമ്മിൽ ഇപ്പം നമ്മളുടെ ഫ്രെയിം വർക്കുകളും പേരുകളും തമ്മിൽ സാമ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ലോഗിനൊക്കെ നമുക്ക് ഓൾറെഡി ജാങ്കോയ്ക്കകത്തുണ്ട്. അപ്പം നമ്മൾ ഫങ്ഷൻ്റെ അകത്ത് ലോഗിൻ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇത് തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഫങ്ഷൻ ബേസ്ഡ് വ്യൂസ് വലിയൊരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യത്തില്ല. വലിയ കമ്പനീസ് എല്ലാം ക്ലാസ് ബേസ്ഡ് വ്യൂസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഊപ്സ് കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ക്ലാസ് യൂസ് ചെയ്ത് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കാൻ പറ്റും, കോഡ് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കോംപ്ലക്സിറ്റിയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കേർഡ് ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് ജനറിക് ആയിട്ടുള്ള ക്ലാസ് ബേസ്ഡ് വ്യൂസ് ജാങ്കോയ്ക്കകത്ത് ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു ടാസ്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ടെല്ലാം പറ്റും. പിന്നെ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഡെവലപ്പേഴ്സിന് ഈസിയാണ് നമ്മൾ ക്ലാസ് ബേസ്ഡ് വ്യൂ വെച്ച് ഡെവലപ്പ് ചെയ്യാൻ. പക്ഷേ ഒരാൾക്ക് ആ കോഡ് കാണുമ്പോൾ കുറച്ചും കൂടെ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഇപ്പം നിങ്ങൾ തന്നെ ഈ ഒരു പ്രോജക്റ്റ് ഇപ്പം ഞാൻ 2 എക്സാമ്പിൾ കാണിച്ചു തന്നു, HTTP റെസ്പോൺസ്. അപ്പം ഫങ്ഷൻ ബേസ്ഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സിമ്പിളായിരിക്കും. പക്ഷേ ക്ലാസ് ബേസ്ഡ് യൂസ് ചെയ്യുമ്പോൾ എന്താ കുറച്ചും കൂടെ അതിനകത്ത് സ്റ്റെപ്പ് കൂടുതലാണ്. ഒരാൾക്ക് കോഡ് കാണുമ്പോൾ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മൾ ഫങ്ഷൻ ബേസ്ഡും ക്ലാസ് ബേസ്ഡും തമ്മിലുള്ള മെയിനായിട്ട് ഡിഫറൻസ് എന്ന് വെച്ചാൽ. നമ്മുടെ റെസ്പോൺസ് തന്നെ എന്താ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ഫങ്ഷൻ ബേസ്ഡ് ചെയ്യുമ്പോൾ. പക്ഷേ ക്ലാസ് ബേസ്ഡ് ചെയ്യുമ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ക്ലാസ്സിൽ ഇമ്പോർട്ട് ചെയ്യുന്നു, ആപ്പ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സിമ്പിളായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
അതിന് ഞാനിവിടെ വേറൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു പ്രോജക്റ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്തു, സെറ്റിങ്സിൽ ആപ്പ് പറഞ്ഞു കൊടുത്തു, ഇത്രയേ ചെയ്തിട്ടുള്ളൂ. വേറെ ടെംപ്ലേറ്റ്സും കാര്യങ്ങളും ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എന്താ, വ്യൂസിൽ നമ്മൾ ജസ്റ്റ് ഒരു HTTP റെസ്പോൺസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഫ്രം ജാങ്കോ നമുക്ക് HTTP റെസ്പോൺസ് ഇമ്പോർട്ട് ചെയ്യാം. HTTP ഇമ്പോർട്ട് HTTP റെസ്പോൺസ്. ഓക്കെ, നമ്മൾ റെസ്പോൺസ് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ട എന്താണ്, വ്യൂസ് ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ ജാങ്കോയുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള വ്യൂസ് ഇമ്പോർട്ട് ചെയ്യുക. ഫ്രം ജാങ്കോ ഡോട്ട് വ്യൂസ് ഇമ്പോർട്ട് വ്യൂ. ജാങ്കോയുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള വ്യൂ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ക്ലാസ് CB വ്യൂ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മളുടെ വ്യൂ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വ്യൂ കോൾ ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എഴുതി കൊടുക്കുകയാണ്. ഇപ്പോൾ അവിടെ ഫസ്റ്റ് പാരാമീറ്റർ ക്ലാസ് ആയതുകൊണ്ട് ഫസ്റ്റ് പാരാമീറ്റർ സെൽഫ്, അതിനുശേഷം റിക്വസ്റ്റ്. എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? നമുക്കൊരു HTTP റെസ്പോൺസ് മാത്രം മതി. ഇവിടെ ഇപ്പം ജസ്റ്റ് ഞാനിവിടെ ഒരു ഹലോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ വ്യൂസിനകത്ത് ഇത്രയേ ചെയ്തുള്ളൂ. ഇനി നമ്മളുടെ എന്താ ചെയ്യുന്നത്, URLസിനകത്ത് ചെയ്യുന്നിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ആപ്പിനിൽ നിന്നും ആ വ്യൂ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആപ്പ് നെയിം, എന്താണ് നമ്മുടെ ആപ്പ് നെയിം, ക്ലാസ് ആപ്പ് ഡോട്ട് വ്യൂസ്. നമ്മൾ വ്യൂസ് ഇമ്പോർട്ട് ചെയ്തിട്ട് വ്യൂസിൽ നിന്നും എന്താണ് നമ്മളുടെ ക്ലാസ് നെയിം, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത എന്താണോ ക്ലാസ് നെയിം അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കുവാണ്. കോപ്പി ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്തു ഞാനിവിടെ കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യണം. ക്ലാസ്സിൻ്റെ നെയിം ഒന്നും ഇവിടെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ നെയിമിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ പാത്ത് URLസിൽ പാത്ത് പറഞ്ഞു കൊടുക്കുക. അപ്പം നമുക്ക് URLസിൻ്റെ ഒരു സ്ട്രക്ചർ വേണ്ടേ, നമുക്ക് ജസ്റ്റ് സ്ട്രക്ചർ ഇവിടെ നിന്നും കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ URL പാറ്റേൺസ് ടൈപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ട, ഇവിടെ ഫസ്റ്റ് പാരാമീറ്റർ നമ്മൾ പാത്ത് പറഞ്ഞു കൊടുക്കുന്നു, ഫസ്റ്റ് പാരാമീറ്റർ empty ആക്കി കൊടുക്കുന്നു. അതിനുശേഷം എന്താണ്, അതിനുശേഷം നമ്മളുടെ ക്ലാസ് നെയിം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് നമ്മുടെ ക്ലാസ് നെയിം, സോറി CB വ്യൂ ആണ് നമ്മുടെ ക്ലാസ് നെയിം. ക്ലാസ് നെയിം പറഞ്ഞു കൊടുക്കുന്നു ഡോട്ട് ആസ് അണ്ടർസ്കോർ വ്യൂയുടെ ബേസിൽ നടക്കുന്നു. നമ്മുടെ വ്യൂ അല്ലേ നടക്കണ്ട അവിടെ. ഓക്കെ, നമുക്കിവിടെ പാത്ത് ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്. പാത്ത് മാത്രം മതി, ഇൻക്ലൂഡ് വേണം. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം കിട്ടുന്നുണ്ടോ എന്ന്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ജസ്റ്റ് വ്യൂസിനകത്ത് പോയി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ക്ലാസ്സിനകത്ത് നമ്മളൊരു ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതി, HTTP റെസ്പോൺസ് പാസ് ചെയ്ത് കൊടുത്തു. ഇൻബിൽറ്റ് ആയിട്ടുള്ള വ്യൂ നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുത്തു, HTTP റെസ്പോൺസ് ഇമ്പോർട്ട് ചെയ്തെടുത്തു. URLസിൽ എന്താണ് നമ്മളുടെ വ്യൂ ഫംഗ്ഷൻ പറഞ്ഞു കൊടുത്തു. വ്യൂ ഫംഗ്ഷൻ ക്ലാസ്സിൻ്റെ നെയിം ആപ്പിൽ നിന്നും എന്താണ് വ്യൂസ് ഇമ്പോർട്ട് ചെയ്ത് ആ ഒരു ക്ലാസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുത്തു. ഏത് ക്ലാസ്സാണ് നമ്മളുടെ ആപ്പിൻ്റെ പേരിൽ നിന്നും വ്യൂസിൽ നിന്നും ക്ലാസ് ഇമ്പോർട്ട് ചെയ്തെടുത്തു. അതിൻ്റെ വ്യൂ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് വരേണ്ടത് നമ്മളുടെ HTTP റെസ്പോൺസിൽ കൊടുത്തേക്കുന്ന ഹലോ ആണ് നമുക്ക് ഔട്ട്പുട്ട് വരേണ്ടത്. അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് ബേസ്ഡ് വ്യൂസിൽ ജസ്റ്റ് HTTP റെസ്പോൺസ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് നമ്മളുടെ ഈ ഡോക്യുമെൻറ്റേഷനകത്തും പറഞ്ഞ് തന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കുറേ ജനറിക് വ്യൂസും ഉണ്ട്. ജനറിക് ആയിട്ടുള്ള ക്ലാസ് ബേസ്ഡ് വ്യൂസും ഉണ്ട്. നമുക്ക് ടെംപ്ലേറ്റ്സ് ഒക്കെ പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആപ്പിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കാം. അതിനകത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു test.html എന്ന് പറഞ്ഞ്
ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാനൊരു സ്ട്രക്ചർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിടുന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് വ്യൂസൊക്കെ ചെയ്തിട്ട് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റിലോ നമുക്കൊരു വാല്യൂ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ടെംപ്ലേറ്റ് വ്യൂ ഇമ്പോർട്ട് ചെയ്ത് എടുക്കണം. അതിനായിട്ട് നമ്മുടെ URLസിൽ പ്രൊജക്റ്റിൻ്റെ URLസിലാണ് നമുക്ക് വ്യൂസിനകത്ത് നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം ടെംപ്ലേറ്റിന് വേണ്ടിയിട്ട്. അപ്പം ക്ലാസ് ഞാൻ CB വ്യൂ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുക. ടെംപ്ലേറ്റ് വ്യൂ. ഓക്കെ, അതിനകത്ത് നമുക്ക് എന്താ വേണ്ടത്? ടെംപ്ലേറ്റ് വ്യൂ ആണ് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് ജാങ്കോയ്ക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള ടെംപ്ലേറ്റ് വ്യൂ. അതിന് ശേഷം ഞാൻ ടെംപ്ലേറ്റിൻ്റെ ഏത് ടെംപ്ലേറ്റിലോട്ടാണ് പോകേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. template_name ഈക്വൽ ടു എന്താണ് നമ്മളുടെ ടെംപ്ലേറ്റ് നെയിം? test.html ആണ് നമ്മളെ ടെംപ്ലേറ്റ് നെയിം. ഇവിടെ എറർ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്തെടുക്കണം. വ്യൂ ടെംപ്ലേറ്റ് വ്യൂ നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വാല്യൂ പാസ് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പം നമ്മൾ URLസിനകത്ത് പോയിട്ട് ആദ്യം HTML നമ്മൾ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം നമുക്കിവിടെ ഒരു എന്താണ് ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജ് അത് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ ജിഞ്ച ഫോമാറ്റിൽ യൂസൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ വാല്യൂ വ്യൂസിൽ നിന്ന് പാസ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ഞാനിവിടെ ഒരു വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തേ ഉള്ളൂ. ഇത് നമ്മളവിടെ പറഞ്ഞു കൊടുക്കണ്ടേ ഡിക്ഷണറി ആയിട്ട്. അപ്പോൾ നമ്മളവിടെ വ്യൂവിൽ വന്നിട്ട് ഇവിടെ എന്താ നമ്മൾ എക്സ്ട്രാ കണ്ടൻറ്റ് എന്താണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ നമുക്ക് എക്സ്ട്രാ വേണ്ടത്? എക്സ്ട്രാ അണ്ടർസ്കോർ കണ്ടൻറ്റ് ഈക്വൽ ടു ജസ്റ്റ് ഒരു വാല്യൂ. എന്താ വേണ്ടത്? ദിസ് ഈസ് എ സാമ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ എക്സ്ട്രാ ഒരു കണ്ടൻറ്റ് ആഡ് ചെയ്തെടുത്തു. HTML എന്താണ് ഒരു വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്ന നോക്കാം. ഇതിപ്പോൾ വ്യൂസിനകത്ത് നിന്ന് ടെംപ്ലേറ്റിലോട്ട് വാല്യൂസ് എങ്ങനെയാണ് റീഡ് ചെയ്ത് എടുക്കുന്നതെന്നുള്ളത്. ഇവിടെ നമുക്ക് ജനറിക് വ്യൂസ് ആണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ജാങ്കോയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് ആ വാല്യൂ അവിടെ പാസ് ചെയ്ത് വന്നിട്ടില്ല. നമുക്ക് നോക്കാം എന്താന്ന് മിസ്റ്റേക്ക്. ഓക്കെ, നമുക്കിവിടെ ടെംപ്ലേറ്റ് കിട്ടാത്തതെന്ന് നോക്കാം. നമുക്കിവിടെ ഒരു നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ക്ലാസ്സിനും URL പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഇതേപോലെ ആപ്പിൻ്റെ URLs ക്രിയേറ്റ് ചെയ്ത് തന്നെ ചെയ്യണം എന്നില്ല. ഇപ്പം നമ്മുടെ പ്രോജക്റ്റിൽ തന്നെ URLs ഉണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫങ്ഷൻ ബേസ്ഡ് വ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ക്ലാസ് ബേസ്ഡ് വ്യൂസ് ആണെങ്കിൽ പാത്ത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. നമുക്ക് എന്താണോ കൊടുക്കേണ്ട ക്ലാസ് നെയിം ആസ് വ്യൂസ് നമുക്ക് ഡിഫോൾട്ടായിട്ട് നെയിമും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടോ നോക്കാം. നമുക്കിപ്പം ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയായിരുന്നു കൊടുത്തിരുന്നത്? വ്യൂസിനകത്ത് നമ്മൾ ഫസ്റ്റായിട്ട് റെസ്പോൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അത് കൂടാതെ എന്താണ് നമ്മളിപ്പം test.html നമ്മളിപ്പോൾ ഹായ് ഹലോ 2 ഹലോയിൽ കൊടുത്തിരുന്നു. ഇപ്പം വേറൊരു ടെക്സ്റ്റും കൂടെ കൊടുത്തു നോക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ക്ലാസ് ബേസ്ഡ് വ്യൂസ് എന്ന് കൊടുക്കുവാണ്. ക്ലാസ് ബേസ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടു നമ്മളുടെ HTML പേജാണ് ഇപ്പോൾ ലോഡായത്. ഫസ്റ്റ് റെസ്പോൺസ് ലോഡായി, അതിനുശേഷം HTML റെസ്പോൺസ് ലോഡായതിനു ശേഷം നമ്മൾ HTML പേജിനകത്ത് ഒരു നമ്മൾ പാരഗ്രാഫ് ടാഗ് കൊടുത്തു. അതല്ലാതെ നമ്മൾ വ്യൂസിൽ നിന്നും വാല്യൂസ് എങ്ങനെ ഫെച്ച് ചെയ്യാമെന്ന് നോക്കി. എങ്ങനെയായിരുന്നു? ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക,
ടെംപ്ലേറ്റ് എന്നും പറഞ്ഞിട്ട് ടെംപ്ലേറ്റ് വ്യൂ നമ്മൾ ജനറിക്കിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തു. അത് ഇൻഹെറിറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏത് HTML പേജിലാണോ കാണേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. നമുക്കിപ്പം ഇത് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാ കണ്ടൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ എക്സ്ട്രാ കോണ്ടെക്സ്റ്റ് എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ടിൽ കണ്ടിരുന്നു നമ്മൾ ക്ലാസ് ബേസ്ഡ് വ്യൂസ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ. അതെവിടെ കൊടുത്തേക്കുന്നത് HTML നമ്മൾ പാരഗ്രാഫായിട്ട് കൊടുത്തേക്കുന്നു. പിന്നെ നമ്മളിവിടെ വാല്യൂ വിളിച്ചേക്കുന്നത് എന്താണ്, ഈ എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം, ജസ്റ്റ് എക്സ്ട്രാ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഡിക്ഷണറി ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഇതാണ് ക്ലാസ് ബേസ്ഡ് വ്യൂസിൻ്റെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് HTML അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ എക്സ്ട്രാ കണ്ടൻ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇപ്പം നമ്മളുടെ ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂ ആയി, ക്ലാസ് ബേസ്ഡ് വ്യൂ ആയി. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ അതുമായിട്ട് നിങ്ങൾക്ക് ബാക്കി പ്രോജക്റ്റുകളൊക്കെ ചെയ്തു പോകാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഇത് നമ്മളിപ്പോൾ നോക്കിയ HTML റെസ്പോൺസ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിൻസ് എന്താണെന്ന് നോക്കാം. മിക്സിൻസ് നമ്മുടെ ക്ലാസ് ബേസ്ഡ് വ്യൂസിനകത്തുള്ളതാണ്. കാരണം മൾട്ടിപ്പിളായിട്ട് നമുക്ക് ഇൻഹെറിറ്റൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് നമ്മൾ മിക്സിൻസ് എന്ന് പറയുന്നതിൻ്റെ ബിഹേവിയറും ആട്രിബ്യൂട്ട്സും എല്ലാം പേരൻറ്റിൽ നിന്നും നമുക്ക് ഇൻഹെറിറ്റൻസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നോർമലായിട്ട് നമ്മളുടെ ഫങ്ഷൻ ബേസ്ഡിൽ വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. ജസ്റ്റ് നമ്മൾ ഫങ്ഷൻ ബേസ്ഡ് വ്യൂസിനകത്താണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ക്ലാസ് ബേസ്ഡ് വ്യൂസിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. അത് ഇതിനകത്ത് എങ്ങനെയാണ്, റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആണെന്ന് കൊടുത്തു, വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു സക്സസ് കാണിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഫോമിൽ ഇനിഷ്യൽ ചെയ്യുക. നമ്മളത് ഡിക്ഷണറി കീ വാല്യൂ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നു. ക്ലാസ് ബേസ്ഡ് വ്യൂസിൽ നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ ടെംപ്ലേറ്റിന് നെയിം എല്ലാം പറഞ്ഞു കൊടുത്തു. ഇപ്പം നമ്മൾ നോർമലി ചെയ്ത പോലെ തന്നെ ടെംപ്ലേറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നു, ടെംപ്ലേറ്റിൻ്റെ നെയിം അവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ടെംപ്ലേറ്റ് വ്യൂ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ജാങ്കോയിൽ നിന്നും ടെംപ്ലേറ്റ് വ്യൂ ഇൻഹെറിറ്റ് ചെയ്തിട്ട് നമ്മൾ ടെംപ്ലേറ്റ് ഏത് ടെംപ്ലേറ്റിലോട്ടാണെന്നുള്ളത് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലാസ് ബേസ്ഡ് വ്യൂസിൽ നടക്കുന്നത്. അതിനകത്ത് ഒരുപാട് പ്രോഗ്രാമുകൾ ഡോക്യുമെൻറ്റേഷനിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം ചെയ്ത് നോക്കാം. ഡെക്കറേറ്റിംഗ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.